ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ഡാൻസിലേക്ക്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ചിക്കിനി ചമ്മേലി എന്ന സോങ്ങിന്റെ ഡാൻസ് ട്യൂട്ടോറിയലാണ്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്സുകളുടെ ട്യൂട്ടോറിയലാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത് കിഡ്സുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ, അതുപോലെ തന്നെ ബിഗിനേഴ്സിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. എന്റെ മോളെ കൂടി വിളിക്കുന്നുണ്ട്. മോളെ, അപ്പൊ മോളാണ് ആ വീഡിയോ ഡാൻസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മോള് തന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു മ്യൂസിക് പോർഷൻ ആണ് വരുന്നത്. അപ്പൊ അതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കൈ ഇങ്ങനെ ചെയ്യുക, അതായത് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ചെയ്യുക, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ സ്ലോലി ചെയ്യുക. 1 2, പിന്നെ കുറച്ച് സ്പീഡിൽ ചെയ്യാം. 1 2 3. ആദ്യം 1 2, പിന്നെ 1 2 3. അതുപോലെ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും 1 2 1 2 3. അപ്പൊ അതിന് ശേഷം വരുന്ന സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ആദ്യം എന്താ ചെയ്യാ, ആദ്യം നമ്മൾ റൈറ്റ് കൈയെടുത്ത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി പിന്നീട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുക. എന്നിട്ട് ഹിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് കൈ എടുക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുക, എന്നിട്ട് ഹിപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് രണ്ടാമത്തെ മ്യൂസിക്കിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ മ്യൂസിക് പോർഷനും കാര്യങ്ങളും വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾ കുറച്ച് ചെറുതിൽ കാണിച്ച ഡാൻസ് ആണ് അത്, അതുകൊണ്ട് തന്നെ കുറച്ച് പെർഫെക്ഷൻ കുറവുണ്ട്. പക്ഷെ നമ്മൾ ട്യൂട്ടോറിയൽ ക്ലിയർ ആയിട്ട് തന്നെ അത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് കാണിക്കും. ഓക്കെ, ജസ്റ്റ് ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈ ഇങ്ങനെ വെക്കുക, റൈറ്റ് കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആദ്യം ഇങ്ങനെ ചെയ്യുക. കൈകൾ സ്റ്റെപ്പ് ഇങ്ങനെ, അതുപോലെ തന്നെ കാലുകൾ 1 2 3 4. അതായത് 1 2 3 4 ആണ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതായത് 1 2 1 2 ആണ് വരുന്നത്. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് കാണിച്ച മോളെ. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ 1 2 1 2 കഴിഞ്ഞിട്ട് പിന്നെ 1 2 3 1 2 3 എന്നാണ് വരുന്നത്. അതായത് 1 2 3 1 2 3 എന്ന് വരും. അപ്പൊ നമ്മൾ കൈകൾ വരുന്നത് ജസ്റ്റ് 1 2 3. നമ്മൾ അപ്പൊ താഴേക്ക് നോക്കണം. താഴേക്ക് നോക്കി കൈകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരിക. 1 2 3. ആ രണ്ട് സ്റ്റെപ്പുകളും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ, അങ്ങനെയാണ് ആ സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അതിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പ് ആണ്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. നമ്മളൊന്ന് കാണിച്ചു. സ്റ്റേജിലാണ് ഇവിടെ കളിക്കുന്നത്. നമ്മൾ കളിച്ച് മുന്നോട്ട് പോകാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 1 2 3 മുന്നിൽ കളിച്ചിട്ട് നെക്സ്റ്റ് 1 2 3 ബാക്കിൽ ചെയ്യുന്നത്. അത് 1 2 3 മുന്നോട്ട് വന്നു, പിന്നെ 1 2 3 ബാക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് സ്റ്റെപ്പ് കാര്യമായിട്ട് എന്താ പറയാ, ഡിഫിക്കൽട്ട് സ്റ്റെപ്പ് ഒന്നല്ല. അത് രണ്ട് കൈയും തലയുടെ പിന്നിലായിട്ട് വെക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡ് കയറി നിൽക്കുക. ജസ്റ്റ് ഇങ്ങനെ ഹിപ്പും കൂടി കൈയും ഒന്ന് അനക്കി കൊടുക്കുക, ഹിപ്പും ഒന്ന് അനക്കി കൊടുക്കുക. കുറച്ച് സൈഡിലായിട്ട് പോവാം. ഇങ്ങനെ സൈഡിലായിട്ട് ചെരിഞ്ഞിട്ട് പോവാം. ഒന്ന് കാണിച്ച്. 1 2 3, പിന്നെ അതുപോലെ തന്നെ 1 2 3 1 2 3 മുന്നിൽ പോയി 1 2 3 ബാക്കിലോട്ട് വന്നു. അത് കുറച്ച് ആ മ്യൂസിക് കണക്കായിട്ട് കുറച്ച് എനർജി കൊടുത്തിട്ട് കളിക്കുക. അപ്പൊ മ്യൂസിക് പോർഷൻ ഇവിടെ തീർന്നു. ഇനി നമുക്ക് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ലൈൻസ് തുടങ്ങുന്നത് ബിച്ചോ മേരെ രഹന. അപ്പൊ അതിലെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. കാണിച്ച മോളെ. ജസ്റ്റ് 1 2 3 ഇങ്ങനെ ചെയ്യാം. ഈ കൈ രണ്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ചരിച്ച് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോവാം, പിന്നീട് ചരിച്ച് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം, പിന്നെ അവിടുന്ന് വീണ്ടും ചരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കാല് ജസ്റ്റ് ഇങ്ങനെ വിരലുകൾ കുത്തിയിട്ട് ജസ്റ്റ് ഹിപ്പ് ഒന്ന് അനക്കി കൊടുക്കാം. ജസ്റ്റ് 1 2 3 അങ്ങനെ ചെയ്യാം. കാണിച്ച നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്പാണ്. കാണിച്ച്.
അപ്പൊ ഇങ്ങനെ നിന്നാൽ മതി. അതായത് ലെഫ്റ്റ് കാലെടുത്ത് വിരലുകളിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പൊ ആ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ഹിപ്പ് അനക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് കൈ ഇങ്ങനെ പിടിക്കാം, 2 വിരൽ ഇങ്ങനെ പിടിക്കുന്നിട്ട് ഇങ്ങനെ 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 ചെയ്യാം. ഇവിടുന്ന് 1 2 1 2 ഇങ്ങനെ തിരിച്ച് മറിച്ച് ചെയ്താൽ മതി. ഒന്ന് മുഴുവനായിട്ട് കാണിച്ച്. പിന്നീട് പിന്നെ വരുന്ന സ്റ്റെപ്പ് കാണിച്ചിട്ട് നമ്മള് ജസ്റ്റ് ഒന്നുമില്ല, മുന്നില് 2 കൈയും മുന്നിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് കൈയുടെ വിരല് ലെഫ്റ്റ് കൈ കൊണ്ട് പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ചരിഞ്ഞിട്ട് ഹിപ്പ് അനക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക, എന്നിട്ട് അനക്കി കൊടുക്കുക. ചെറുതായിട്ട്, ഒരുപാട് അങ്ങ് കുഞ്ഞു നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക, എന്നിട്ട് ഹിപ്പ് അനക്കി കൊടുക്കാം. പിന്നീട് കാല് 1 2 3 കാല് ചെയ്യാം. റൈറ്റ് സൈഡ് ചരിഞ്ഞ് ലെഫ്റ്റ് ലെഗ് കൊണ്ട് കളിക്കാനാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് റൈറ്റ് കാല് പൊക്കി കളിക്കാനാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ ഒരു സൈഡിലേക്ക് നിങ്ങൾ ചെയ്യാം. നമ്മുടെ ലെഫ്റ്റ് കാല് നമ്മൾ ഉറപ്പിച്ചിട്ട് നിർത്തുക. എന്നിട്ട് റൈറ്റ് കാല് ജസ്റ്റ് ഉയർത്തിയിട്ട് പിന്നീട് താഴ്ത്തുമ്പോൾ വിരലുകളിൽ വെച്ചാൽ മതി. ജസ്റ്റ് 1 2 3 ഇത് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്ന ഒരു വിസില് അടിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. കാണിക്കും. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് കൈ ഇങ്ങനെ പിടിച്ച് നമ്മുടെ വിസിലടിക്കുന്ന പോലെ ഉണ്ടല്ലോ, അതുപോലെ വായുടെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ലെഫ്റ്റ് കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് കാലുകൾ ഒന്ന് അകത്തി വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബെൻഡ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് വരിക. കുറച്ച് ബെൻഡ് ചെയ്തുകൊണ്ട് വരിക. അപ്പൊ വിസിൽ ഊതുന്ന സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വരുന്നത് നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആ വിസിൽ ഊതുന്ന സ്റ്റെപ്പ് മുതൽ ഒന്ന് കാണിച്ചേ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് തന്നെ വീണ്ടും വരും. 3 സ്റ്റെപ്പ് മുമ്പിലോട്ട് പോവാ, 3 സ്റ്റെപ്പ് ബാക്കിലോട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എടുത്തൊന്ന് കണ്ടു നോക്കണം. പിന്നെ വീണ്ടും നമ്മൾ ആ ഒരു ലൈൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് തന്നെ കളിക്കാം. നമ്മളൊന്ന് കളിച്ചു കൊടുക്കും. പിന്നീട് വരുന്നത് നമ്മൾ വിസിലടിക്കുമ്പോ ചെയ്തില്ലേ, ജസ്റ്റ് ഇങ്ങനെ വന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇതും വരേണ്ടത്. അതായത് ലെഫ്റ്റ് കൈ വെച്ചിട്ട് റൈറ്റ് കൈ അതിന് മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോട്ട് പറപ്പിക്കും പോലെ ജസ്റ്റ് താഴോട്ട് ലെഫ്റ്റ് സൈഡിന് താഴോട്ട് ബെൻഡ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് വരിക. അപ്പൊ അതിനുശേഷം വേറെ സ്റ്റെപ്പ് കാണിക്കുമ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, കൈ രണ്ടും ഇങ്ങനെ വെക്കുക. എന്നിട്ട് 1 2 1 2. അപ്പൊ കാലുകൾ നേരത്തെ വെച്ച നേരത്തെ സ്റ്റെപ്പിന് വെച്ചില്ല, അതുപോലെ തന്നെയാണ് 1 2 1 2. കൈകൾ മാത്രം 1 2 1 2. പക്ഷെ എന്താ പറയാ, ജസ്റ്റ് സ്പീഡിൽ കളിച്ചു പോവല്ല വേണ്ട, ജസ്റ്റ് 1 2 1 2 ഈ ഒരു രീതിയിൽ കളിക്കണം. ജസ്റ്റ് നമ്മൾ ലുക്ക് ആ ഒരു സൈഡിലേക്ക് കൊടുക്കണം, പിന്നെ ഫ്രണ്ടിലോട്ട് സൈഡിലേക്ക് കൊടുക്കുക, പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ്. കാണിച്ചോളാം. അത് സിമ്പിൾ സ്റ്റെപ്പാണ്, ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് റൈറ്റ് കൈ എടുക്കുക, ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം, ലെഫ്റ്റ് കൈ എടുക്കുക, റൈറ്റ് സൈഡിൽ കൊണ്ടുവരാം, പിന്നെ വീണ്ടും റൈറ്റ് കൈ ലെഫ്റ്റ് സൈഡിൽ, അങ്ങനെ 3 തവണ ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് 1 2 3 4 ചെയ്യാം. ഈ 2 സ്റ്റെപ്പിൽ നമുക്ക് കാലിന്റെ മൂവ്മെന്റ് വേണമെന്നില്ല. നിങ്ങൾക്ക് മൂവ്മെന്റ് വേണമെന്നാണെങ്കിൽ ജസ്റ്റ് ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് 1 1 2 1 2 1 2 ചെയ്യാം. പക്ഷെ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു പക്ഷെ കളിക്കുന്ന ആ സ്റ്റെപ്പ് വളരെ എനർജറ്റിക് ആയിട്ട് കളിക്കണം. ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ഒരു താളം പിടിച്ച് എനർജറ്റിക് ആയിട്ട് കളിക്കുക. അപ്പൊ നമുക്ക് കാലിന്റെ മൂവ്മെന്റിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ലൈൻ വരുന്നത് നമ്മുടെ ചിക്കിലി ചമ്മേലി ആ ഒരു ലൈനാണ്. അതിൽ കളിച്ചിരിക്കുന്ന സിഗ്നേച്ചർ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാണിക്കുന്നത് ചമ്മേലി ചുട്ടക്കെ കൗവാ ചढ़ा के आई चिकनी चमेली चुप से कौवा चढ़ा के आई. അപ്പൊ അതെങ്ങനെ ചെയ്യാം, നമ്മള് ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് നിൽക്കുക, ലെഫ്റ്റ് കൈ മുകളിലും റൈറ്റ് കൈ താഴെയായിട്ട് പിടിക്കുക. എന്നിട്ട് ജസ്റ്റ്
കൈ ഇങ്ങനെ അനക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് കൂടി അനക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി നല്ലതാണ്, അതുകൂടി അനക്കി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മുടെ റൈറ്റ് കാല് ചവിട്ടുമ്പോൾ ലെഫ്റ്റ് കാല് ഉയർത്തുക, ലെഫ്റ്റ് കാല് വയ്ക്കുമ്പോൾ റൈറ്റ് കാല് ഉയർത്തുക, റൈറ്റ് കാല് നിലത്ത് വയ്ക്കുമ്പോൾ ലെഫ്റ്റ് കാല് ഉയർത്തുക. അങ്ങനെ 1 2 1 2 ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ കുടിക്കും പോലെ കാണിക്കുക. ഈ രണ്ട് കൈയിലും ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് ജസ്റ്റ് കുടിക്കും പോലെ കാണിക്കുക. चिकनी चमेली चुप से अकेली कौवा चढ़ा के आई, चुप से कौवा चढ़ा के आई. ഓക്കെ, അതിനുശേഷം വരുന്നത് വീണ്ടും ആ ഒരു ലൈൻ തന്നെയാണ്. ചിക്കിനി ചമ്മേലി. അതിൽ നമ്മൾ എന്താ പറയാ, ആ തുണി കഴുകണ പോലത്തെ ആ സ്റ്റെപ്പ് ചെയ്യുക. ഒന്ന് കാണിച്ചു കൊടുക്കോളെ. चिकनी चमेली चुप से अकेली कौवा चढ़ा के आई, आई चिकनी चमेली चुप से अकेली कौवा चढ़ा के आई. അപ്പൊ അതില് ഒന്നുമില്ല. ജസ്റ്റ് മോളൊന്ന് കാണിച്ചു കൊടുത്തേ. രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കുക അല്ലെ. കുറച്ചിങ്ങനെ കാലിങ്ങനെ കുറച്ച് അകത്തി വെക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ബെൻഡ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ആദ്യം റൈറ്റ് കാല് വെക്കുക, പിന്നെ ലെഫ്റ്റ് കാല് വെക്കുക. ആ സ്റ്റെപ്പ് 1 2 ചെയ്താൽ മതി. 1 2 മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് 1 2 ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ജസ്റ്റ് 1 2 ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് രണ്ട് കൈയും നമ്മൾ കാണിച്ച് ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ്. അപ്പൊ നമ്മുടെ ഹിപ്പ് കൂടി ഒന്ന് നൽകി കൊടുക്കുക. നമ്മൾ ജസ്റ്റ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നോക്കുക. അതിനുശേഷം വീണ്ടും നേരത്തെ കാണിച്ചില്ലേ ആ ഒരു സ്റ്റെപ്പ് തന്നെ കളിക്കുക. അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ കാലനക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് കൂടി അനക്കിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതൊന്ന് ചെയ്യാം. ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തേ മോള്. മുഴുവനായിട്ടൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഫസ്റ്റ് മുതലേ. चिकनी चमेली चुप से अकेली कौवा चढ़ के आई, आई चिकनी चमेली चुप से अकेली कौवा चढ़ के आई, आई चिकनी चमेली चुप से अकेली कौवा चढ़ के आई, आई चिकनी चमेली चुप से अकेली कौवा चढ़ के आई. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക് വരുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങുക. ജസ്റ്റ് ഒന്ന് കറങ്ങുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ നേരത്തെ കാണിച്ചില്ല അതുപോലെ തന്നെ കാല് ലെഫ്റ്റ് കാല് വെർബുകളിൽ കുത്തി വെക്കുക. അപ്പൊ നമ്മുടെ ഹിപ്പ് നന്നായിട്ട് അനങ്ങും. അപ്പൊ ജസ്റ്റ് കൈ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഹിപ്പിലൊന്നും വെക്കേണ്ട. റൈറ്റ് കൈ എടുത്ത് ബാക്കിലോട്ട് കൊണ്ടുവരാം. നമ്മൾ ബാക്കിലൊന്നും നോക്കണ്ട, നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ ലുക്ക് കൊടുത്താൽ മതി. ഈ ഒരു ലൈൻസ് കഴിഞ്ഞിട്ടാകുമ്പോൾ ചെറിയൊരു മ്യൂസിക് പോർഷൻ അവിടെ വരുന്നുണ്ട്. അതിന് വരുന്ന ഒരു സ്റ്റെപ്പാണ് അത്. ജസ്റ്റ് കറങ്ങുക. ഒന്ന് കാണിച്ച മോളെ. ജസ്റ്റ് കറങ്ങുക. എന്നിട്ട് ഫ്രണ്ടിലോട്ട് നോക്കുക. നന്നായിട്ട് ചിരിക്കുക. പക്ഷെ നമ്മള് ചെറിയ രീതിയിൽ റൈറ്റിലേക്ക് ചെരിഞ്ഞിട്ടായിരിക്കണം നിൽക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.